ഹാഷിന്റെ വീഡിയോസിൽ പറയും പോലെ എന്തൊക്കെയോ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. നീ ആലോചിക്കുക അവസ്ഥ. ഇപ്പൊ എല്ലാ ന്യൂസിലും ഡ്രഗ്സ് ഡ്രഗ്സ് ഡ്രഗ്സ്, അതായത് ഡ്രഗ്സ് ചുമ്മാ ഉപയോഗിച്ചു എന്നല്ല പറഞ്ഞു, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കാരണത്താൽ പലവരും കൊല്ലുന്ന, അതായത് സ്വന്തം കുടുംബക്കാരെ വരെ അത് ക്രൂരമായി കൊല്ലുന്നത്. എന്നിട്ട് പലരും പറയും സിനിമയുടെ സാമീപ്യം ഉണ്ടായില്ലേ. പക്ഷെ കൂടുതൽ ഇത് വരുന്ന ഡ്രഗ്സ് നിന്നാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നടന്ന കേസ്, ട്രിവാൻഡ്രത്ത് നടന്ന പറഞ്ഞാൽ അത്രയും നമുക്കൊരിക്കലും മനസ്സിൽ പോലും കാണാൻ പറ്റുന്ന സംഭവം. നമ്മൾ സിനിമയിലൊക്കെ പോലും അത്രയും ക്രൂവലായി സംഭവം കണ്ടിട്ടില്ല. സിനിമയിൽ ഒരു എഴുത്തുകാരന് പോലും മനസ്സിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത് നാട്ടിൽ പോയി, തൊട്ട് മുമ്പേ നാട്ടിൽ പോയ സമയത്ത് ഞാൻ സാധാരണ സാധാരണ പോലെ തന്നെ വീട്ടിൽ പോയി. അപ്പൊ വീട്ടുകാർക്ക് പോലും പേടി, അതായത് എന്നെ വീട്ടുകാർക്ക് പേടി. ഞാൻ വീട്ടിലേക്ക് പോയപ്പോ അവരെന്നോട് പറഞ്ഞു കഴിഞ്ഞാല്, എടാ മോനെ നീ അങ്ങനത്തെ കൂട്ടുകെട്ടിലൊന്നും പോയില്ലേ, അങ്ങനത്തെ കാരണം അവർക്ക് നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, മനസ്സിലായി. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പൊ ഇവന്റെ ഈ കേസ് ട്രിവാൻഡ്രത്തുള്ള ഇവനെ പറ്റി നാട്ടുകാരോട് അന്വേഷിച്ചാൽ അവര് പറയും അവനൊരു പാവമായിരുന്നു. അവനൊരു കുഴപ്പത്തിന് പോകാത്തൊരു പാവം ചെക്കനായിരുന്നു. മറ്റേ ഉണ്ണി. കഞ്ചാവ് പോലെ നമുക്ക് ആരും പറയാൻ പറ്റില്ല, എല്ലാരും ഒരു പാവം പോലെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. നമ്മളെ പോലും വീട്ടുകാർക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെ അതിപ്പോ ഡ്രഗ്സിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഡ്രഗ്സിലേക്ക് പോവുകയാണെങ്കിൽ ഡ്രഗ്സിലേക്ക് പോകുമ്പോൾ അവരെ നോ പറയാൻ പ്രാപ്തരാക്കുന്ന കുറെ സാധനങ്ങളില്ലേ, ഘടകങ്ങളില്ലേ. ഇപ്പൊ നീ ഒന്നും ഡ്രഗ്സ് യൂസ് ചെയ്യില്ല എന്ന് വെച്ചാൽ നീ പറയും എനിക്ക് ചെറുപ്പം മുതൽ അങ്ങനെയാണ് എന്നെ വളർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറയും, റിലീജിയൻ അങ്ങനെ പല കാര്യങ്ങളും പറയും. അതായത് നിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിപ്പോ ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നില്ല അങ്ങനെ ചോദിച്ചപ്പോ എന്താ പറയാ, ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണ് വളർത്തി. അതായത് എനിക്കതിന്റെ എല്ലാ നെഗറ്റീവ് ഭാഗങ്ങളും അറിയാം. അതിപ്പോ യൂസ് ചെയ്ത് എന്തൊക്കെ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ പേരൻസിനെ ഓർക്കുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് മെയിൻ പോയിന്റ്. നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തു തരുമ്പോ നമ്മൾ ഡ്രഗ്സും യൂസ് ചെയ്ത് കഞ്ചാവ് പൊടിച്ച് ആ രീതിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അവര് ചെയ്ത് തന്നെ നമ്മൾ പകരം ചെയ്യാം. പക്ഷെ വേറൊരു കൂട്ടര് പറഞ്ഞാൽ ഇതിപ്പോ ഇവിടെ പറയാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് ഒരു പോയിന്റ് പറയാ. ഫാമിലിയെ വേണ്ട ഒന്നും വേണ്ട പറഞ്ഞ് നടക്കുന്നവരാണ്, അവരോടൊന്നും പറയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ഫാമിലി ഇത് വലുതാണ്. അതുകൊണ്ട് ഇപ്പോ എനിക്ക് ഡ്രഗ്സിന്റെ ഒരു ആവശ്യമേ വരുന്നില്ല. ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതേപോലെ തന്നെ നമ്മളിങ്ങനെ തൂക്കി നോക്കും, അത് മിക്ക ആൾക്കാരും ചെയ്യുന്ന സംഭവമാണ്. അതായത് നമ്മളിപ്പോ ഒരു ഡ്രഗ്സിലേക്ക് അങ്ങനെ എന്തെങ്കിലും പോകണേ നമ്മളിങ്ങനെ തൂക്കി നോക്കും, ഫാമിലി വേണോ അതല്ല ഇതിലേക്ക് പോകണോ, അല്ലെങ്കിൽ ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ്. നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ മനസ്സിൽ കാണും. ഇതിപ്പോ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്റെ ബോഡിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ തൂക്കി നോക്കും. ഇതാണോ വലുത് അല്ല ഫാമിലിയാണോ വലുത്. ഞാൻ കുറച്ച് ഒരാൾക്ക് ഫാമിലിയായിട്ട് വലിയ ടൈ ഒന്നും വിചാരിച്ചു, ഫാമിലിയായിട്ട് വലിയ കണക്ഷൻ ഇല്ല വിചാരിച്ചു, സുഖമായിട്ട് അവർ ഇതിൽ വഴുതി പോകും. ഒരു ഇതില്ലാത്ത കാര്യം. ഈ മറ്റേ കാര്യം പറഞ്ഞു, മറ്റേ യൂസ് ചെയ്യുന്നതില് ആഫ്റ്റർ എഫക്ട്സ്. പക്ഷെ ഇതിന്റെ ഏറ്റവും ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ, ഇത് യൂസ് ചെയ്യാൻ മുട്ടി നിൽക്കുന്നവൻ അതൊന്നും ചിന്തിക്കില്ല, ഒരിക്കലും ചിന്തിക്കില്ല. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടു. കാരണം പല പല സ്റ്റഡീസും പറഞ്ഞു ഒരൊറ്റ പ്രാവശ്യം ടേസ്റ്റ് ചെയ്യാനെങ്കിലും എടുത്തു കഴിഞ്ഞാൽ തീർന്നു പറഞ്ഞ പല സ്റ്റഡീസും അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് വിൽക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെയല്ലേ വിൽക്കുന്നത്. ആദ്യം ഒന്ന് ട്രയൽ പോലെ ജസ്റ്റ് ഒന്ന് കൊടുക്കുമായിരിക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. മിക്ക ആൾക്കാരും ഫ്രീ ആയിട്ട് കൊടുക്കുമായിരിക്കും ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ അഡിക്റ്റ് ആയി, പിന്നെ അവർക്ക് അതിൽ നിന്ന് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ വേറൊരു സംഭവം ഫ്രണ്ട് സർക്കിൾ, അത് വലിയൊരു ഘടകമാണ്. ഫ്രണ്ട് സർക്കിൾ ഇപ്പൊ നമ്മളെ ഒരു ഫ്രണ്ട് സർക്കിളിൽ മിക്ക ആൾക്കാരും അങ്ങനെ ഒരു സംഭവത്തിൽ പെട്ടുപോയി എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ മിക്ക ആൾക്കാരും ഇതുപോലെ എം അടിക്കുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് പറയുന്നില്ല എം അടിക്കുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ എന്റെ അങ്ങനെ സംഭവം അടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൽ വഴുതി പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പിയർ പ്രഷറാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു അമൂൽ ബേബി ആയി, അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് ഇപ്പൊ ഇതില് നമ്മളൊരു പൂക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായി പൊട്ടനെ പോലെ ആവും. അവിടെയും ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ ഒരു ഇതനുസരിച്ചിരിക്കും, അതായത് അവന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും. ചിലര് ഉപന്മാരെ അടിക്കുന്നുണ്ട്, പലരും വിചാരിക്കുന്നത് ഇത് മാസാണെന്നാ വിചാരിക്കുന്നത്. ഇപ്പൊ വെള്ളം അടിക്കുന്നതായാലും നീ പറഞ്ഞ പോലെ എം അടിക്കുന്നതായാലും എന്തായാലും പലരും മാസാന്ന് വിചാരിക്കുന്നത്. ആഫ്റ്റർ എഫക്ട്സ് നീ പറഞ്ഞ പോലെ ആരും ചിന്തിക്കുന്നില്ല. പക്ഷെ ഈ കൂട്ടുകാർ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോ എല്ലാവരും പറയുന്നില്ല, ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം. പക്ഷെ ഈ ഫ്രണ്ട് സർക്കിൾ എത്രമാര് ഇതിലൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ അടിക്കാത്തൊരാള് അത് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര കമ്പനി ചെയ്താലും പോവരുത്, താല്പര്യമില്ലേ പോവരുത്, അങ്ങനെ കമ്പനി ചെയ്യുന്ന ഫ്രണ്ട്സിനെ വേണ്ട, ആ രീതിയിലോട്ട് മാറുക. അല്ലാണ്ട് ഇപ്പൊ എനിക്കിപ്പോ ഇതിനെ പറ്റിയൊന്നും പറയല്ല. അത് ശരി. അതായത് ഞാൻ പണ്ട് ആരോ പറഞ്ഞത് കേട്ടാണ്, നമ്മൾ കറക്റ്റാണ്. അതായത് രണ്ട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൂട്ടുകാരും ഒന്നുമില്ലാണ്ട് ഒരു കൂട്ടുകെട്ടും ഇല്ലാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒറ്റയ്ക്ക് നടക്കാം. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഒരു കൂട്ടുകെട്ടും ഇല്ലാണ്ട് ഒന്നും എന്തായിട്ട് നമുക്ക് അങ്ങനെ തന്നെ നടക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ബാഡ് ഫ്രണ്ട്ഷിപ്സിലേക്ക്, അതായത് ചില ആൾക്കാരുണ്ടോ ഇനി നമുക്ക് ഒറ്റയ്ക്ക് നടക്കണ്ടേ,
കോളേജ് ലൈഫ് അല്ലേ, ഒറ്റതല്ലേ ഉള്ളൂ, വൺ ലൈഫ് ഫണ്ട് അല്ലേ, അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടിയില്ലെങ്കിലോ, അപ്പൊ അവരെന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടിലേക്കാണ് പോകും. ആ കൂട്ടുകെട്ട് നല്ലതാണ് ചീത്തതാണെന്ന് നോക്കണം, ആ കൂട്ടുകെട്ടിലേക്ക് പോകും. നേരെ മറിച്ച് വേറെ പല ആൾക്കാരും ഉണ്ട്, അതായത് അവര് നല്ല ഫ്രണ്ട്ഷിപ്സിന് തേടി തേടി തേടി, നല്ല ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ അവർ വഴുതി മാറി നിൽക്കും. ഇപ്പൊ ക്ലാസ്സിൽ മിക്ക സമയത്തും നമുക്ക് മെയിൻ കളിക്കാൻ അല്ലെങ്കിൽ അല്ല എന്താണ് പറയാ, അങ്ങനത്തെ ടീമുകളൊക്കെ മിക്ക ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഇതുള്ള ആൾക്കാരാവും. കുറച്ചൊക്കെ ഒന്ന് ബാഡ് ബോയ് വൈബുള്ള ആൾക്കാരൊക്കെ, ഈ റിബല്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാർ. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന മിക്ക ആൾക്കാർ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാർ, റിബല്യസ് ആയിട്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, അവരെ കോമൺ ആയിട്ട് കാണുന്ന ട്രേറ്റ്സ് ഇതൊക്കെയാണ്. പൊതുവെ പറയുമ്പോ അങ്ങനെ പറയുന്നു. അതെ. അതേപോലെ തന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നൈഹിലിസ്റ്റുകളെ എണ്ണം കൂടി കൂടി വരിക. നൈഹിലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അടുത്ത് ഒരുത്തരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ ഒരു നൈഹിലിസ്റ്റ് ആണ്. നൈഹിലിസ്റ്റ് നോക്കുമ്പോ സംഭവം എന്ന് വെച്ചിട്ട്, അതായത് നമ്മളെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല, അതായത് ഒരു പർപ്പസ് ഇല്ല, ആത്യന്തികമായിട്ടുള്ള ഒരു പർപ്പസ് ഇല്ല എന്നുള്ള ആൾക്കാർ. ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവാ. വൺ ലൈഫ് എന്താണ്, യു ഓൺലി ലിവ് വൺസ്, യോലോ. അതേപോലെ വൺ ലൈഫ് എൻജോയ് ദ മോസ്റ്റ് എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ഒരൊറ്റ ജീവിതം കിട്ടുള്ളൂ. കാരണം എത്തീസ്റ്റുകളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പൊ നൈഹിലിസ്റ്റുകൾ മിക്ക ആൾക്കാർ എത്തീസ്റ്റുകളാണ്. അവരൊരു ലോകവീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജീവിതം കിട്ടിയെന്ന് പറഞ്ഞാൽ ബില്യൺ കണക്കിന് അത്രയും പോസിബിലിറ്റീസ് ഉണ്ടായിട്ട് അത്രയും സ്പേമുകൾ ഇങ്ങനെ പോയി 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 ആ സ്പേമിൽ നിന്ന് ഒറ്റ സ്പേമായിട്ട് അത്രയും എന്താണ് ചെറിയൊരു പോസിബിലിറ്റി എന്നാണ് നമുക്ക് നമ്മുടെ ജീവിതം കളഞ്ഞു കിട്ടിയ ജീവിതം. ആ കളഞ്ഞു കിട്ടിയ ജീവിതം ഇതേപോലെ ഇങ്ങനെ നല്ലതിലായിട്ട് ജീവിച്ച് മരിക്കണോ, അതല്ല ഭയങ്കര സുഖത്തിൽ ഒന്നും അറിയാണ്ട് ജീവിക്കണോ? ഒരു എത്തീസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാൾ ചിന്തിക്കുക, സുഖമായിട്ട് നല്ല ജീവിക്കണം എന്നാണ്. നോലോ, മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല, ഫ്രീ ബേർഡ്. ഇതുപോലത്തെ മിക്ക ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി. കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് പെടുന്നത് കുറവാണ്, ഇല്ലാന്നല്ല നമ്മൾ പറയണത്. പക്ഷെ അവർക്കൊരു ഇതുണ്ട്, അവർക്കൊരു കവചമുണ്ട്, അവർക്കൊരു ഷീൽഡ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പേരൻസ് അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ടീച്ചിങ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഘടകങ്ങൾ അവരെ ഈ ഡ്രഗ്സിൽ നിന്ന് മാറ്റി നിർത്തും. പക്ഷെ ഇവർക്ക് അങ്ങനെ സംഭവമില്ല. ഇവർക്ക് പറഞ്ഞാല് ഫ്രീ ആയിട്ട്. ഇപ്പൊ മൈത്രയൻ, അയാളെ പറ്റി പറയണ, അയാളാണ് ഇതിൽ മെയിൻ ആയിട്ട് സാർ. അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്തീസ്റ്റുകളുടെ എന്താണ് കളങ്കമില്ലാത്ത എത്തീസ്റ്റ് നമുക്ക് പറയാം. അതായത് ഓപ്പൺ ആയിട്ട് എല്ലാം പറയും. ശരിക്കും എത്തീസ്റ്റുകൾ അങ്ങനെ സംസാരിക്കേണ്ടത് പോലും. ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ, അതായത് ഇയാളല്ല പറഞ്ഞ മറ്റേ പൂരം പറഞ്ഞ ഏറ്റവും വലിയ സംഭവം ആനയാണ്. ആന പറഞ്ഞ ആ പൂരത്തിന്റെ ഒരു എനർജിയാണ് ആന എന്ന് പറയുന്നത്. ഇവൻ പറയാണ് ഇവൻ ആനയ്ക്ക് വരെ JCB കൊണ്ട് നിർത്തിക്കൂടെ, എന്നിട്ട് JCB കുടമാറ്റം നടത്താൻ പറ്റുമോ? എന്ത് കൺസെപ്റ്റ് ആണ് അന്ന് കിട്ടുന്നത്? ഇവരാദ്യം പരിചയപ്പെടുന്ന സ്റ്റിക്കർ ഇട്ടാ അത് പറയാനില്ല. പക്ഷെ സ്റ്റിക്കർ ഇട്ടിട്ട് ഇവിടെ ആദ്യം കുറെ സ്റ്റിക്കറിൽ കാണാണ്ടല്ലോ, എന്താ ആരാ മനസ്സിലാവണില്ല. പിന്നെ പിന്നെ ഓരോ ടോക്കുകൾ കാണാൻ തുടങ്ങി. ആധുനിക പൗരൻ, ആധുനിക പൗരൻ ഇവനല്ല സംഭവം. പിന്നെ ഈ പറഞ്ഞ പോലെ JCBയുടെ കഥ, അതേപോലെ തന്നെ ഇപ്പൊ MDMAയുടെ കഥ. MDMA എല്ലാവരും യൂസ് ചെയ്തു. അതിനിപ്പോ എന്താ, ഇപ്പൊ ഈ ഡോക്ടർമാരൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്തല്ലേ പേഷ്യൻസിനെ മയക്കണത്. അതേപോലെ തന്നെ സുഖമായിട്ട് നമുക്ക് ഇതൊക്കെ ലീഗലൈസ് ചെയ്യുന്ന സംഭവം. കഞ്ചാവ് തന്നെ പറയാം, കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് ആലോചിച്ചു. ഇപ്പം പറയുന്നതിൽ ഒരു പോയിന്റ് എന്തൊരു ഇതാണ്. കാരണം അവർ പറഞ്ഞ എക്സാമ്പിൾ ഹോസ്പിറ്റലിൽ ഇത് ഉപയോഗിക്കുന്നില്ലേ, എന്താണത്? ഹോസ്പിറ്റലിൽ പറയുന്നത് എന്താ പറയാ, നമ്മള് നല്ലൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇത് അടിച്ച് ബാക്കിയുള്ളവരെ കുത്താനും കൊല്ലാനും അല്ല ഉപയോഗിക്കുന്നത്. ഹോസ്പിറ്റൽ പറയണം, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് വേറെ, അവിടെ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് വേറെ, രണ്ടും വ്യത്യാസമുള്ള ഒരു സംഭവമാണ്. അതന്നെ. അതേപോലെ തന്നെ ഇവനെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ വലിയ ആളായിട്ട് കണക്കാക്കി. ഞാൻ ഇപ്പൊ അടുത്തൊരു കോളേജിന്റെ ടെക് ഫെസ്റ്റിന്റെ ബ്രോഷർ എടുത്ത് നോക്കിയത്, അവരെ ടെക് ഫെസ്റ്റിന്റെ സംഭവം എടുത്ത് നോക്കുമ്പോൾ ഇവനെ മെയിൻ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. ഇവനെ അവിടെ ടോക്ക് എടുത്താൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഈ മൈത്രനെ ഇതേ സെയിം ആളാണ് MDMA അടിക്കണം, നിങ്ങള് കഞ്ചാവ് ഇതാക്കണം, കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെ അതൊക്കെ പ്രശ്നമുള്ളതല്ല, ജീവിതം എൻജോയ് ചെയ്യണം, സെയിം ആളെ തന്നെ അവിടെ വിളിച്ചിട്ടുണ്ട്. ഒന്നില്ല കോളേജുകാർക്ക് ഇയാളെ പറ്റിയൊന്നും അറിയില്ല, മറ്റേ സ്റ്റിക്കർ വിളിച്ചോ? അതെ, സ്റ്റിക്കറല്ലേ ഫേമസ്, എന്നാ വിളിച്ചേക്കാം. അതന്നെ. പിന്നെ ആധുനിക പൗരെന്ന് പറയുമ്പോ എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന ആള്. അത് പറയാനല്ലേ, അത് പറഞ്ഞാൽ വേറെ വിഷയമാവും. അതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമകളിൽ ഇപ്പോ അവർ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്, അതായത് ഈ സിനിമയിൽ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാരും വലിക്കരുത്, അങ്ങനെ ഓരോ എഴുതി കാണിക്കും. പക്ഷെ ആ സിനിമയിൽ കാണിക്കണമെന്ന് പറഞ്ഞാല് നടന് ഒരു സിഗരറ്റ് വലിക്കാണ്ട് ഓറ കൂട്ടാൻ പറ്റില്ല, ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പവർ ഉണ്ടാക്കണമെങ്കിൽ നടൻ സിഗരറ്റ് വലിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ജെൻസി കുട്ടികളെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അല്ലെ ജന ആൽഫ, അങ്ങനത്തെ ആൾക്കാരെ ആകർഷിപ്പിക്കുന്ന സിനിമകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ ആ സിനിമകളിലൊക്കെ പറഞ്ഞാൽ ഇതേ ആശയമാണ്. നമ്മൾ ഈ
അതായത് ഇപ്പോ ജസ്റ്റ് ഒരു പ്രോസസ് നടത്തിക്കോ. അതായത് ഇപ്പോ ഈ അടിക്കണത് എങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളന്ന് മനസ്സിലെന്ന് വരിക ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡിന്റെ ആ സംഭവം ഒരു രീതി കറക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരും. എങ്ങനെയാണ് സിനിമകൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് കയറ്റിയതാണ്. പിന്നെ ഇവര് വേറൊരു പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറയും പോലെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് കുറെ എന്താ പറയാ മരണങ്ങൾ നടക്കുന്നുണ്ട്. അത് കുത്തിക്കൊല്ലുന്നു, അതേപോലെ ഇത് കിട്ടാത്തതിന് വെട്ടിക്കൊല്ലുന്നു, ഒരു വെട്ടിക്കൊല്ലുന്നും കുത്തിക്കൊല്ലുന്നു. ആ സംഭവങ്ങളൊക്കെ സിനിമ കാരണമാണെന്ന് പറയുന്നുണ്ട്. മേ ബി ആയിരിക്കാം. കൂടുതൽ ഈ ഒരു മരുന്നടിക്കുന്ന കാരനാണോ അതോ സിനിമ കാണുന്ന കാരണമാണോ അങ്ങനെ ഒരു തോട്ട് വരുന്നത്? അത് ഞാൻ പറയണതിൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ സിനിമ കാരണം മാത്രമാണ് നമ്മൾ പറയുന്നില്ല, കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. സിനിമ അതിൽ ഒരു ഫാക്ടറാണ് സിനിമ. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയണേ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് അവിടെ തീരുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളവിടെ എന്താണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ അപ്പോഴും ഉണ്ടാവും. നമ്മളെ മനസ്സിൽ അപ്പോഴും ആ സിനിമയെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിലത്തെ ഓരോ ആശയങ്ങളാണ്. ഇപ്പൊ കാതൽ എന്ന സിനിമ എന്തിനാ ഇറക്കിയത്? കാര്യമില്ലാത്തൊരു സിനിമ. കാതൽ എന്ന് പറഞ്ഞ സിനിമ ഹോമോസെക്ഷുവാലിറ്റിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിനെ പ്രകീർത്തിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ വലിയൊരു നോർമലായിട്ട് സംഭവം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാതൽ എന്ന സിനിമ ഇറക്കിയത്. അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതേപോലെ തന്നെ മാർക്കോ പറഞ്ഞ സിനിമ, അത് ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്ന അവരങ്ങനെ കൊല്ലുമ്പോ നമുക്കിനെ നമുക്ക് ഒരു സംഭവം കിട്ടുന്നുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് സിനിമ ഞാൻ ഇരിക്കാം, മാർക്കോ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ് ഞാൻ. എന്റെ അടുത്തിരിക്കുന്ന അതിലത്തെ ഒരു മറ്റേ ക്രൂലായിട്ടുള്ള സീൻ വരുമ്പോ ഒരു പെൺകുട്ടി അടുത്തിരിക്കുന്നത് കണ്ണുകുത്തിയാടുന്ന് കരയുന്നു. പിന്നെ എന്തിനീ പടം കാണാമെന്ന്? ഓൾറെഡി വയലൻസ് ഉണ്ട് എന്ന് അറിയാലോ. ആ പെൺകുട്ടിക്ക് അത് സെൻസിറ്റീവ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് അത് കാണുമ്പോൾ ഒരു അറപ്പുണ്ടാവും. പക്ഷെ ഈ ഇതേപോലത്തെ സിനിമകളോട് കൂടുതൽ നമ്മൾ എക്സ്പോസ്ഡ് ആവണേ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ അറപ്പ് ഇങ്ങനെ കുറഞ്ഞു വരും. ശരിക്കും അങ്ങനെ ആ അറപ്പ് കുറഞ്ഞു വരും, നമുക്കറിയണല്ലേ. പിന്നെ ആ അറപ്പ് മാറി പിന്നെ ഡോപ്പമൈൻ ആവും. പിന്നെ നമുക്കതൊരു റിവാർഡ് പോലെ ആവും. കൊല്ലി ഇങ്ങനെയല്ല, കുറച്ച് ബ്രൂട്ടലായി കൊല്ലി ആ രീതിയിൽ വരും. പിന്നെ അത് നമുക്ക് ഡീസെൻസിറ്റൈസ് ആവാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാവും. നമുക്ക് പിന്നെ ഒരു ഇതില്ലാത്ത പോലെ. ഇപ്പൊ അടുത്ത കുറച്ച് ചെറിയ കുട്ടികൾ ഒരുത്തന്നെ റാഗ് ചെയ്തിട്ട് അറിഞ്ഞില്ലേ, ക്ലോസറ്റിൽ മുക്കിയിട്ട് ഇതാക്കിയെന്നാ പറഞ്ഞത്. ആലോചിച്ച് നോക്കി. അപ്പൊ അവർക്ക് ഇത് കാണുമ്പോ അല്ലെ ആ കുട്ടി കരയുമ്പോഴൊന്നും അവർക്ക് ഇത് തോന്നില്ല, അനുകമ്പ പാവൊന്നും തോന്നുന്നില്ല. പിന്നെ വേറൊരു സംഭവം എന്തായെന്ന് വെച്ചാൽ മറ്റേ ഈ ഏതൊരു പോളിടെക്നിക് കോളേജിൽ എന്താ പിള്ളേര് തമ്മിലൊരു അടി ഉണ്ടായി. അന്നേരം അതിലൊരു ഇൻസ്റ്റാഗ്രാം വോയിസ് വന്നു. എല്ലാം പറയുന്നുണ്ട്, എടാ കൂട്ടത്തല്ലല്ലേ, പോലീസുകാർ കേസൊന്നും എടുക്കൂലെന്ന്. അന്നേരം ഇങ്ങനത്തെ കണ്ടന്റ് അവർക്ക് എവിടുന്നാ കിട്ടുന്നത്? മേ ബി സിനിമയിൽ തന്നെ ആയിരിക്കില്ലേ. കാരണം ഒരു ധൈര്യമാണ്, അടി ഉണ്ടാക്കി അത് മൂക്കിടിച്ച് പൊളിക്കാം. കൂട്ടത്തല്ലല്ലേ, കേസ് എടുക്കൂല. ഈ കോൺഫിഡൻസ് ആണ് മെയിൻ ആയിട്ട്. ഇത് 2025 തുടങ്ങിയ മുതൽ ഇതേപോലത്തെ ഓരോ സംഭവങ്ങളാണ്. വെട്ട്, കുത്ത്, കൊല, അടി, ഇടി. ഞാൻ പറയണെങ്കിൽ ഇത് ഇവിടെ തീരൂല, ഇത് ഇനി കൂടി വരില്ല ചെയ്യും. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ, നാട്ടിലുള്ള ഒരു കൂട്ടുകാരൻ പറഞ്ഞ കഥ. അതായത് അവൻ എന്താ പറയാ, അവന്റെ സ്കൂളിലത്തെ ഒരു സംഭവം പറഞ്ഞതാ. അവന്റെ സ്കൂളിൽ ഇതേപോലെ കുറെ ആൾക്കാർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ്സ് പറഞ്ഞാൽ ജസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയാൻ പറ്റില്ല, സിഗരറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സിഗരറ്റ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ അവന് സിഗരറ്റ് വലിച്ചിരിക്കുക. അപ്പൊ ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ ഒരു ബാഡ് ബോയ് ആ ഒരു വൈബിലാണ് നിൽക്കുന്നത്. പക്ഷെ വേറെ ഒരുത്തൻ കയറി വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ടാ ഞാൻ എമ്മടി എൻ്റെ എമ്മിരിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഇവര് പറയാ, അതായത് ഈ എമ്മടിക്കുന്നുണ്ട് അല്ലെ അങ്ങനെ പറഞ്ഞ ഈ ഒരാളില്ലേ, അതായത് എമ്മടിക്കുന്നുണ്ട് പറഞ്ഞ് കയറി വന്ന ഒരാൾക്ക് ഇവരെക്കാട്ടി കൂടുതൽ ഒരു ബാഡ് ബോയ് ഫിഗർ കിട്ടണം അവിടെ. അവന് ആ ഗാങ്ങിലത്തെ ലീഡർ അല്ലെങ്കിൽ മെയിൻ ഡാവ് എന്നൊക്കെ പറയില്ലേ, തൃശ്ശൂർ ഭാഷ മെയിൻ ഡാവ് ഇയാളായി. മെയിൻ ഡാവോ ഇവരാണ് നമ്മളെ ബാഡ് ബോയ്, ഇവരാണ് സീന്. ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്, ആ ഒരു ഇമേജ് ഇവർക്ക് കിട്ടുന്നുണ്ട്. കൂടുതൽ ബാഡ് ബോയ്, കൂടുതൽ റെബല്യസ് ആയ ആള്, ആ ഒരു ഫിഗർ കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യണം, അതൊരു കാരണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു ഫിഗർ കിട്ടുന്നത് ഇത് തെറ്റല്ല, ഇതൊരു നമുക്കൊരു ഓറ കൂട്ടുന്ന സംഭവമായിട്ട് ഓരോ ആൾക്കാർ കാണുന്നത്. പിന്നെ വേറെ കുറെ ആൾക്കാർ പറയണമെന്നല്ലോ, ഗേൾസ് ഇപ്പൊ പേരൻസ് ആണെങ്കിൽ പോലും ഗേൾസിനെ അത് ശ്രദ്ധിക്കൂല, ബോയ്സ് ആണ് ഇതിൽ കൂടുതലുണ്ടെന്ന് അവർ വിചാരിക്കുന്നത്. ഗേൾസ് ഇത് യൂസ് ചെയ്യുന്നില്ല, ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യുന്ന പല ആൾക്കാർ നമുക്കൊരു അനുഭവം ഉണ്ട്. അതിന്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞ, അതായത് ഇപ്പോ വേറൊരു കഴിഞ്ഞ വർഷമാണോ ഈ വർഷം തുടക്കം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്റ്റഡി നടത്തിയാല് ഏറ്റവും കൂടുതൽ സിഗരറ്റ് യൂസ് ചെയ്യുന്നത് എണ്ണം ആരാ, വുമൻസ് ആണെന്നാണ് പറയുന്നത്. മെൻസിന്റെ ഇത് കുറവാണ്. പക്ഷെ പലരും വിചാരിക്കുന്ന എല്ലാം, അതായത് ആൺകുട്ടികളെ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ്. അതുകൊണ്ട് ഗേൾസിന്റെ ആ ഒരു ഭാഗത്തേക്ക് മീൻസ് ആരും നമ്മൾ ഗേൾസിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുമല്ല, ആ ഒരു ഭാഗം ആരും നോക്കാറില്ല. സത്യാവസ്ഥയാണത്. എല്ലാരും വിചാരിക്കുന്നത് ഗേൾസ് പറഞ്ഞാൽ ഭയങ്കര പാവ, അയ്യോ പാവ, അവരൊന്നും ചെയ്യില്ല, അവരൊക്കെ എന്തെമ്മടിക്കണം അവരൊക്കെ. ഈ ന്യൂസ് എടുത്തു പോയി കഴിഞ്ഞാൽ മതി,
ഇപ്പൊ അടുത്ത എത്ര ന്യൂസ് നമ്മൾ കേട്ട്, എന്താണ് ഇത്ര കിലോ കഞ്ചാവായിട്ട് ഒരു പെണ്ണിനെ പിടിച്ച് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് കണ്ട് കുറെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ നമ്മളെ പരിസര പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ എന്താണ്, തീർച്ചയായിട്ടും ഗേൾസ് ഉണ്ട് അതില്. നമ്മളെ ഗേൾസ് ആണ് കൂടുതലെന്നല്ല, ഗേൾസ് അതിലുണ്ട്. ഗേൾസിന് പേരൻസിന്റെ ഭാഗത്ത് നിന്ന് പേരൻസ് വിചാരിക്കും ബോയ്സ് മാത്രമാണ്, ബോയ്സിനെ മാത്രം നമ്മളെ ഇവനക്ക് മോശം കൂട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ നാട്ടിൽ പോയപ്പോ എന്നെ ഒരു ഇത് പോയാ നീ അങ്ങനത്തെ കൂട്ടുകെട്ടിലും പോയിരുന്നത്, നേരെ മറിച്ച് ഗേൾസിനോട് ഇത് പറയുണ്ടാവില്ല. കൂടുതൽ പറയണത് നമ്മളോടാണ്. കാരണം നമ്മളാണ് ഇതിൽ കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ട വരെ മനസ്സിലുണ്ട്. ഗേൾസും ഇതിലുണ്ട്. ഗേൾസിനും ഇതിലേക്ക് സുഖമായിട്ട് ഇറങ്ങി പോകാനുള്ള സാഹചര്യം ഇപ്പൊ ഉണ്ട്.